മോഹൻലാൽ ഇന്നലെ ഷാർജയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച മാധ്യമത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. മോഹൻലാലിന് പരിപാടിയിൽ പങ്കെടുക്കാൻ വയ്യേ, അതിനെന്താ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ശരിയാണ്, മോഹൻലാലിന് പല പരിപാടികളിലും പങ്കെടുക്കാം. അദ്ദേഹം ഒരു നടനാണ്, പബ്ലിക് ഫിഗറാണ്. പലതരത്തിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിനും പലരുമായിട്ടുമുണ്ട്. അത് പേഴ്സണലായിട്ടുണ്ട്, പബ്ലിക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പരിപാടിയിലും പങ്കെടുക്കരുത് എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഏകദേശം ഒരു യുദ്ധാന്തരീക്ഷത്തിലായിരിക്കെ മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു പരിപാടിയിലല്ല അദ്ദേഹം പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണ്. പല രാജ്യങ്ങളും അതിനെ നിരോധിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനും ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതുകൊണ്ടാണ് ലോകത്തെ പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന് സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്. മോഹൻലാലിനെന്ന് മാത്രമല്ല, ഏതൊരു നടനും ഏതൊരു കലാകാരനും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതൊരാൾക്കും ആ സമൂഹത്തോട് ബാധ്യതയുണ്ടാവും. രാജ്യം പത്മശ്രീ പോലുള്ള വലിയ വലിയ പുരസ്കാരങ്ങൾ കൊടുത്ത് ആദരിച്ചിരിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. ഒരു സാധാരണക്കാരന് കിട്ടാത്ത കേണൽ പദവി വരെ ലഭിച്ചിരിക്കുന്ന മോഹൻലാൽ നമ്മുടെ രാജ്യം തീവ്രവാദികളുമായിട്ട് പോരാടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു തീവ്രവാദ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രവൃത്തിയിലൂടെ ഇദ്ദേഹം രാജ്യത്തെ ജനങ്ങളെയും ഭരണകൂടത്തെയും ശത്രുവിന്റെ മുമ്പിൽ അപമാനിച്ചിരിക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച അപൂർവം ചിലരിൽ ഒരാളാണ് മോഹൻലാൽ. അന്ന് തിരക്കാണെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ഇദ്ദേഹം ഒരു തീവ്രവാദ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ആരെയൊക്കെയോ എന്തിനെയൊക്കെയോ ഭയക്കുന്നുണ്ട് എന്ന് സാരം.